ചെരുപ്പ് നല്ലതായിരിക്കണം, വില കുറഞ്ഞതായിരിക്കണം, അത് പാവപ്പെട്ടവർക്കും വാങ്ങാൻ കഴിയണം. 8 തലമുറകളായിട്ട് കുടിൽ വ്യവസായമായി ചെരുപ്പുണ്ടാക്കി വിറ്റ ഒരു ദരിദ്ര കുടുംബത്തിൽ പട്ടിണി കിടക്കേണ്ടി വന്ന ഏതോ ഒരു രാത്രിയിൽ തോമസ് ബാറ്റ എന്ന കുട്ടി കണ്ട ഒരു സ്വപ്നമായിരുന്നു ഇത്. എന്നാൽ ഇല്ലായ്മയിലും അത് സ്വപ്നമായി അവശേഷിച്ചില്ല. ബാറ്റ എന്ന കമ്പനിയിലൂടെ അദ്ദേഹം അത് യാഥാർത്ഥ്യമാക്കി മാറ്റി. പലരും കരുതുന്നത് പോലെ ബാറ്റ ഒരു ഇന്ത്യൻ കമ്പനിയൊന്നുമല്ല. അത് ചെക്കോസ്ലോവാക്യയിലെ സ്ലിൻ എന്ന ചെറു പട്ടണത്തിൽ ഉദയം ചെയ്ത കമ്പനിയാണ്. 1920കളിൽ പക്ഷെ തോമസ് ബാറ്റ ഇന്ത്യയിൽ എത്തിയിരുന്നു. അന്ന് 35 കോടി ഇന്ത്യൻ ജനസംഖ്യയിൽ വെറും 1 കോടിയിൽ താഴെ ആളുകൾ മാത്രമായിരുന്നു ചെരുപ്പ് ധരിച്ചിരുന്നത്. ആ സമയത്ത് ഒരു ചെറു ബോട്ടിൽ ഇന്ത്യയിൽ വന്നിറങ്ങിയ തോമസ് ബാറ്റ കണ്ടത് പക്ഷേ ചെരുപ്പിടാത്ത ഇന്ത്യക്കാരെ ആയിരുന്നില്ല. ചെരുപ്പിടാത്തവർക്ക് പോലും ചെരുപ്പും ഷൂവും വിൽക്കാൻ സാധിക്കുമെന്ന ബിസിനസ് സാധ്യതയായിരുന്നു. അത് വിജയിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ മാത്രമല്ല, ലോകമെമ്പാടും. പിന്നീട് 10 വർഷത്തിന് ശേഷം തോമസ് ബാറ്റ വീണ്ടും ഇന്ത്യയിൽ വരുന്നുണ്ട്. അത് പഴയ കുഞ്ഞൻ ബോട്ടിലായിരുന്നില്ല, സ്വന്തം വിമാനത്തിലായിരുന്നു. ദാരിദ്ര്യത്തിൽ ജനിച്ചാലും പട്ടിണിയിൽ ജീവിച്ചാലും വിജയത്തെ സ്വപ്നം കാണാനും അതിനുവേണ്ടി പരിശ്രമിക്കാനും മടി കാണിക്കരുത് എന്നാണ് തോമസ് ബാറ്റ നമ്മോട് പറയുന്ന പാഠം. ഇത് ആർക്കാണ് അയച്ചു കൊടുക്കേണ്ടത് എന്ന കാര്യം നിങ്ങൾക്കറിയാം. അവർക്കെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.